നിങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാണോ? പലപ്പോഴും ഒരു കൈത്താങ്ങായ ഒരു സഹായം വേണം, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയെന്ന്. നമ്മളിൽ ഓൾമോസ്റ്റ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. എല്ലാവരും ഈ ലോകത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് സപ്പോർട്ടുള്ളത് കൊണ്ടല്ല. ഈ ലോകത്ത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളതിൽ 99% ആൾക്കാരും ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. സക്സസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നീങ്ങേണ്ട ഒരു പാതയാണ്. ആ പാത നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമായിരിക്കില്ല. നമ്മൾ മനസ്സിൽ കാണുന്നതിനേക്കാളും ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഈ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ. ആദ്യം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ളതാണെന്ന് നമുക്കറിയാം. ഈസിയാണെന്നൊന്നും വിചാരിച്ചിട്ടല്ലേ നമ്മൾ നടന്നു തുടങ്ങുന്നത്. കഷ്ടപ്പാടാണെന്നറിയാം, പക്ഷേ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ നേരിടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും തുടക്കം കുറിക്കുന്നത്. പക്ഷേ നടന്ന് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും അനുഭവിക്കുക. നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് പോലെയല്ല പലതും ശരിയായ നമ്മൾ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് മടുപ്പ് തോന്നാം, വേണ്ടെന്ന് വെക്കാൻ തോന്നും. അപ്പോഴാണ് ഇതിൻ്റെ കഷ്ടപ്പാട് ശരിക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പലരും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത്. പലരും സക്സസ്ഫുൾ ആവാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. വളരെ ചുരുക്കം ആൾക്കാരെ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. കാരണം നമ്മൾ കാണുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ആവേശമായിരിക്കും, ഞാൻ ഇതെല്ലാം മറികടക്കും, കഷ്ടപ്പാടാമെന്നൊക്കെ എനിക്കറിയാം എന്നുള്ള തോന്നലായിരിക്കും. പക്ഷെ നമ്മൾ അതിലേക്കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മടി പിടിക്കും, വേണ്ടെന്ന് തോന്നും. ആദ്യം കാണുന്ന ആ ആവേശമൊന്നും അനുഭവിച്ചു തുടങ്ങുമ്പോൾ തോന്നില്ല. അപ്പോൾ സക്സസ് ഇസ് നോട്ട് ഫോർ എവ്രി വൺ. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ഈ സക്സസ് എന്ന് പറയുന്നത്. അനുഭവിക്കുമ്പോഴും ഞാൻ മുന്നോട്ട് തന്നെ പോകും, എനിക്കൊരാളുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും, എന്നിൽ ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല, എൻ്റെ ബുദ്ധിയെ, എൻ്റെ കഴിവിനെ, എൻ്റെ ശക്തിയെ ആരും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ആരെങ്കിലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ പ്രശംസിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഇതിനൊക്കെ വേണ്ടിയാണോ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നത്? അല്ല, നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങണം. അവനവന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ വേറൊരാളുടെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ആദ്യം നിങ്ങൾക്ക് സ്വയമേ സക്സസ്ഫുൾ ആവാൻ വേണ്ടി നിങ്ങളെടുത്ത തീരുമാനം, അതിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നുമ്പോൾ എന്തിന് നമ്മൾ മറ്റുള്ളൊരാളുടെ സഹായം പ്രതീക്ഷിക്കണം? എന്തിന് മറ്റൊരാളുടെ പ്രശംസ പ്രതീക്ഷിക്കണം? ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. ഒറ്റയ്ക്ക് നടക്കുന്നവരാണ് അവരുടെ തെറ്റുകളിൽ നിന്നും. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ശരിയായ പാതയിൽ എത്തണം എന്നില്ല. കൂട്ടമായി പോയാലും ശരിയായ പാതയിൽ എത്തണം എന്നില്ല. കൂട്ടമായി പോകുമ്പോൾ നമ്മളെ വഴിതെറ്റിക്കാനും നമ്മളൊന്ന് തളർന്നു പോകുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താനും പലരും ഉണ്ടാവും. എന്നാൽ ആളില്ലാത്തതിൻ്റെ ഒരു ഗുണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ അഥവാ ഒരു സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് പോയി, നമ്മളെ പരാജയം ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ തന്നെ സഹിച്ചാൽ മതി. ഇത്രയും കാലം കൂടെ നിന്നൊരാൾ അയ്യോ ഞാൻ താഴെ പോയി, പെട്ടെന്ന് അവർ നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞു, അല്ലെങ്കിൽ അവർ നമ്മളെ കളിയാക്കി, അപ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമമുണ്ടോ? എന്നാൽ ആദ്യം മുതലേ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് പോയാലും മേലോട്ട് പോയാലും ഒക്കെ അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് മാത്രം. നമ്മൾ മാത്രം സഹിച്ചാൽ മതി. അത്രയും പവർഫുള്ളാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ലോൺലിനെസ്സിൽ നിന്ന് സക്സസ്സിലേക്കുള്ള പാത്ത് എന്ന് പറയുന്നത് ഭയങ്കര ടഫറായിരിക്കും കമ്പയർഡ് ടു നമ്മൾക്കൊരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ. പക്ഷേ ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട്. ഈ മെറിറ്റ്സാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് തോൽക്കുന്നു, ആ തോറ്റതിൻ്റെ വിഷമം നമ്മൾ നമ്മളോട് തന്നെ ഷെയർ ചെയ്യുന്നു, നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്നു, നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യന്മാരെ വേറെ എവിടെ കിട്ടും? ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരകയറുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും എന്ന് മാത്രമല്ല, ആ പാത്ത് നമുക്കങ്ങ് കടന്നു പോയി നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്ന് മാത്രമല്ല, ആസ് എ പേഴ്സൺ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും. ഇനി ഒരിക്കലും ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അതിന് വേറൊരാളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. വേറൊരാൾ കൂടെ വേണമെന്നില്ല. വേറൊരാളുടെ അഭിപ്രായം നമുക്ക് വേണ്ട. നമുക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും തോറ്റെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഉണർന്ന് വരാനുള്ള ശക്തിയും നമുക്കുണ്ടാകും. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് ജയിക്കാൻ എന്താണ് വേണ്ടത്? ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. Those who fly alone have the strongest wings. ഒറ്റയ്ക്ക് പറക്കുന്നവരാണ് ഏറ്റവും കരുത്തേറിയ ചിറകുകളുള്ളത്. പിന്നെ എന്തിന് നമുക്ക് വേറൊരാളുടെ സപ്പോർട്ട് വേണം?